എല്ലാവർക്കും നമസ്കാരം. 5ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന ഭാഗമാണ് നമുക്ക് കേൾക്കാം. കാണുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരാൾ അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, കുലീനതയുള്ള വേഷം, തേജസ് തുളുമ്പുന്ന മുഖം, നീർത്ത പുഞ്ചിരി, ഓളം വെട്ടുന്ന ചുണ്ടുകൾ, വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത ഒരു നേരിയത് ഉത്തരീയമായി ധരിച്ചിരിക്കുന്നു. മുണ്ടനം ചെയ്തതാണ് ശിരസ്. നെറ്റിയിലെ കുറി അലങ്കാരമല്ല, ദിവ്യത്വം നിറഞ്ഞു തുളുമ്പുകയാണ് ആ വദനത്തിൽ. ഇങ്ങനെ ഒരു വ്യക്തിയെ തൊട്ടടുത്ത് കണ്ടാൽ നമുക്ക് എന്തു തോന്നും? അദ്ദേഹം ആരാണെന്നറിയാൻ ഒരു താല്പര്യം ജനിക്കും. അതുതന്നെ തീവണ്ടി മുറിയിലും സംഭവിച്ചു. അപ്പോഴും ആഴമുള്ള ചിന്തയിൽ മുഴുകി മൗനത്തിലിരുന്ന ആ വ്യക്തിയോട് അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു, "എങ്ങോട്ടാ?" വളരെ സൗമ്യതയോടെയും ശാന്തതയോടെയും അദ്ദേഹം മറുപടി പറഞ്ഞു, "ആലുവയിലേക്ക്." ഗംഭീരമായിരുന്നു പുറത്തേക്ക് വന്ന ആ ശബ്ദം. അപ്പോൾ കുറച്ചുകൂടെ ഭവ്യതയോടെ മറ്റൊരു യാത്രക്കാരൻ ചോദിച്ചു, "പേരെന്താണ്?" "നാരായണൻ." അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിളുകളിൽ ചിരിയുടെ രേഖകൾ പടർന്നു. ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്ന യാത്രക്കാർക്ക് മതിയായില്ല. ഇനിയും എന്തെല്ലാമോ കൂടി അറിയണമെന്നുണ്ട് അവർക്ക്. അവരുടെ മുഖം കണ്ടാൽ അതറിയാം. നാരായണൻ അപ്പോഴും പിന്നിലേക്ക് തെന്നിമാറുന്ന പ്രകൃതിയെ കാണുകയായിരുന്നു. സഹയാത്രികരിൽ ഒരാൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, "ജാതിയിൽ ആരാണ്?" ആ ചോദ്യം കേട്ടപ്പോൾ നാരായണൻ ശിരസുയർത്തി. ഇരുവശത്തും മുൻപിലും ഇരുന്നവരെ ശ്രദ്ധിച്ചു നോക്കി. അവരുടെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് തുറന്ന പടി തന്നെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം ചോദിച്ചു, "കണ്ടിട്ട് മനസ്സിലായില്ലേ?" അടുത്തിരുന്നവർ കൗതുകപൂർവ്വം പറഞ്ഞു, "ഇല്ല, മനസ്സിലായില്ല. ഒരാളെ കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ലല്ലോ." പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, "കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും?" ഇടിമുഴക്കം പോലെയായിരുന്നു ആ ശബ്ദം. ചോദിച്ചവർ നിശബ്ദരായി. അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. തേജോമയനായ അദ്ദേഹം ആലുവായിൽ ഇറങ്ങി. അദ്ദേഹത്തെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും അനേകം ആളുകൾ അവിടെ കാത്തു നിന്നിരുന്നു. ഭക്തിയോടെ വണങ്ങി കാത്തുനിന്നവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നാരായണനോടൊപ്പം യാത്ര ചെയ്തവർക്ക് അപ്പോഴാണ് ആ ദിവ്യപുരുഷനെ മനസ്സിലായത്. അവർ ചുണ്ടിലിട്ട് ആ പേര് ഉരുക്കഴിച്ചു. ശ്രീ നാരായണ ഗുരു, ശ്രീ നാരായണ ഗുരു. ജാതിയും ഉപജാതിയും നിറഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഈ നാട്ടിൽ ഗുരുദേവൻ ഉച്ചരിച്ച മന്ത്രം അവരുടെ ഓർമ്മയിൽ ഓടിയെത്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരാളെക്കുറിച്ച് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, കർമ്മം നോക്കിയാണ്. നല്ല പ്രവൃത്തി, നല്ല വാക്ക്, നല്ല ചിന്ത, ഇതാണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണം. മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഗുരുദേവൻ്റെ മറ്റൊരു സന്ദേശം കൂടി നമ്മുടെ മനസ്സിൽ വരും. ആ സന്ദേശം ഇതാണ്: എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ലവനാകുന്നത്? മറ്റുള്ളവർ സഹോദരങ്ങളാണെന്ന് പഠിക്കുമ്പോഴാണ് ഓരോരുത്തരും നല്ലവരാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ യഥാവിധി സഹായിക്കാനും നാം മുതിരും. ഈ ഒരുക്കം അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സേവനവും ത്യാഗവും ചെയ്യണമെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്വന്തം ഭവനത്തിലുള്ളവരെ മാത്രമല്ല, അയൽക്കാരെയും അകലെയുള്ളവരെയും നാം സ്നേഹിക്കണം.
ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. ഗുരുദേവനെ അടുത്തു കാണാനും സംസാരിക്കാനും മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ച വസ്തുതയും ഈ സന്ദേശമായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാ കുഞ്ഞുമക്കളും കേട്ട് നന്നായി പഠിക്കുമല്ലോ. നന്ദി.